ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലെയർ കുർത്തിയുടെ കട്ടിങ്ങാണ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ്. അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കാൻ മാത്രമേ ഉള്ളൂ. സ്റ്റിച്ചിങ്ങിലൊന്നും കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. നമ്മൾ എത്ര ലെയർ ആക്കുന്നോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ടാകുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിലേക്ക് തന്നെ നിങ്ങൾ പോവാം കേട്ടോ. അപ്പോൾ ഇതിലിതാ നമ്മൾ ലെയർ കുർത്തിക്ക് നമുക്ക് എത്രത്തോളം വിടുത്ത് വേണമോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 150 രൂപയുടെ മാക്സി ബിറ്റ് 2 എണ്ണമാണ് കേട്ടോ. ഒരേപോലെയുള്ള 2 എണ്ണം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് കൂടുതൽ ലെയർ കുർത്തി ആയതുകൊണ്ട് കൂടുതൽ ക്ലോത്ത് വേണമല്ലോ. അപ്പോൾ 2 എണ്ണം എടുക്കുമ്പോൾ 6 മീറ്റർ ക്ലോത്ത് വന്നല്ലോ. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ഞാനിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തത്. 150 രൂപയുടെ 2 ക്ലോത്ത് അത് മതി. നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ അത് മതി. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ സാരി കൊണ്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നല്ല ക്ലോത്തിലേക്ക് നീങ്ങിയാൽ മതി. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ആ കോൺഫിഡൻസിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നത് ഞാൻ ആദ്യം പേപ്പറിൽ കംപ്ലീറ്റ് അതിൻ്റെ മെഷർമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഈ ഗൗണിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 56 ഇഞ്ചാണ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടത്. ആ 56 ഇഞ്ച് കിട്ടാൻ നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ തന്നെ ക്ലോത്തിൽ ബോഡി പാർട്ടൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് എനിക്ക് 14 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പ് 1 ഇഞ്ച് ആഡ് ചെയ്ത് 15 ഇഞ്ചാണ് അത് കട്ട് ചെയ്യുക. പിന്നെ ബോഡി പാർട്ട് കഴിഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് നമ്മൾ സ്കേർട്ട് പാർട്ടിലേക്ക് വരണമല്ലോ. 56 നിന്ന് 14 കഴിച്ചാൽ ബാക്കി 42 അല്ലേ. ആ 42 സ്കേർട്ട് പാർട്ട് വരേണ്ടത്. ലെങ്ത്ത് കിട്ടണം. 42 സ്കേർട്ട് പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, അതിന് എത്ര പാർട്ടാണോ നമ്മളിപ്പം എത്ര ലെയറാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ നോക്കിയിട്ട് ആ ലെയർ കൊണ്ട് ഈ 42നെ ഡിവൈഡ് ചെയ്യണം. 3 ലെയറാണ് ചെയ്യുന്നതെങ്കിൽ 42 ഡിവൈഡഡ് 3, 5 ലെയറാണ് 42 ഡിവൈഡ് 5. ഞാൻ ഇപ്പോൾ 4 ലെയറാണ് കൊടുക്കുന്നത്. അപ്പം 42നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.5 കിട്ടുന്നത്. അപ്പോൾ അതിന് മേലെയും താഴെയും തയ്യൽ തുമ്പ് പോകുമല്ലോ. അപ്പോൾ ഓരോ ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിന് തയ്യൽ തുമ്പ് പോവുക. ഞാൻ എന്താക്കുന്നുണ്ട്, ഓരോ ലെയറിനെ മേലെ ഭാഗം ഒന്ന് 4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് തയ്ക്കുന്നുണ്ട്. കാരണം നൂലിങ്ങനെ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എപ്പോഴും നല്ല വൃത്തിയിലുണ്ടാവും. അപ്പം അതിനുള്ള 4 ഇഞ്ച് 2 സൈഡും കൂട്ടി 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് എടുക്കുന്നത്. അപ്പം മൊത്തം 12 ഇഞ്ചാണ് ഞാനിതിന് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മേലെ ഭാഗം ഓരോ പീസും അങ്ങനെ ഫോൾഡ് ചെയ്ത് 2 സൈഡും തയ്ക്കുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ചെയ്യാം. നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഇനി ഓരോ ലെയറിനും വേണ്ടുന്ന മേലേയും താഴോട്ടേക്ക് വേണ്ടുന്ന വിടുത്ത് എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ 12 ഇഞ്ച് ഞാൻ എടുത്തത് കേട്ടോ. ഇനി അതിന് റൗണ്ട് എത്രത്തോളം വേണമെന്ന് നോക്കാൻ ഫസ്റ്റ് ലെയർ നമ്മൾ എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് നമ്മുടെ അരവണ്ണത്തിൻ്റെ ഇരട്ടി. അരവണ്ണം 4 ഫോൾഡിൽ 12 ആണ് എൻ്റെ. അപ്പോൾ അതിൻ്റെ ഇരട്ടി 14 എടുത്ത് രണ്ടാമത്തെ ലെയർ ആ 24 എടുത്ത് 24ൻ്റെ കൂടെ 12 കൂടി കൂട്ടി അരവണ്ണത്തിൻ്റെ റൗണ്ട് കൂടി കൂട്ടി. റൗണ്ട് വെച്ച് 4 ഫോൾഡിലുള്ള അളവാണ് കേട്ടോ ഈ പറയുന്നത്. 4 ഫോൾഡിൽ അങ്ങനെ ഓരോ സ്റ്റെപ്പിലും മേലത്തെ സ്റ്റെപ്പിനേക്കാളും 12 ഇഞ്ച് കൂട്ടിയെടുത്തു. അത് 12 ഇഞ്ച് അതിനേക്കാളും കൂട്ടിയൊക്കെ എടുക്കുക. അതിനനുസരിച്ച് ലെയർ നമുക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, മിനിമം 10 ഇഞ്ചെങ്കിലും കൂട്ടിയെടുത്താലേ താഴേക്ക് ഫ്ലെയർ ഇട്ട് എന്താ പറയുക, പ്ലീറ്റ്സ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് അല്ലേ കൊടുക്കുന്നത് നമ്മൾ. ഇപ്പം ഞാൻ നൂല് വലിച്ചിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുമല്ലോ. അങ്ങനെ നമ്മൾ ലോങ് സ്റ്റിച്ച് എടുത്തിട്ട് അത് ഞാൻ നൂല് വലിക്കുന്ന രൂപത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ, ഓരോ ലെയറും അടുത്ത ലെയറിനേക്കാളും കൂടുതൽ വേണം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പീസസ് ആണിത്. ഓരോ ലെയറും ആദ്യത്തെ ലെയർ ബോഡി പാർട്ട് 12 ഇഞ്ച് വിടുത്തും ലെങ്ത്ത് 14. അതിൻ്റെ താഴോട്ടേക്കുള്ളത്
വീതി മേലും താഴോട്ടേക്കുള്ള ലെങ്ത്ത് 12ഉം വീതി ഒന്നാം നമ്പറിന് 24, രണ്ടാം നമ്പറിന് 36, മൂന്നാം നമ്പർ 48, നാലാം നമ്പർ 60 അങ്ങനെ വരുന്നുണ്ട്. ആ കാൽക്കുലേഷൻ്റെ ഭാഗം നിങ്ങൾ ഒന്നുകൂടി കാണണം എന്ന് തോന്നുന്നവർ അങ്ങനെ കാണുക. അപ്പോൾ ഇതൊക്കെ ഈ 2 പീസാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വെച്ചതൊക്കെ 2 പീസ് വീതമാണ്, ഫ്രണ്ട് പീസും ബാക്ക് പീസും ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. നിങ്ങൾ ആദ്യം ന്യൂസ് പേപ്പറിനകത്ത് ചെറിയ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കുക. എന്നിട്ട് മാത്രമേ ക്ലോത്തിലേക്ക് പോകണ്ടുള്ളൂ കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതാർക്കും തയ്ക്കാൻ പറ്റുന്ന അത്രയും ആ ഒരു മെഷർമെൻറ്റ് ഞാനിപ്പോൾ പേപ്പറിൽ കാണിച്ച മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കാൽക്കുലേഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ മാത്രമേ ഉള്ളൂ. വേറൊരു പണിയും ഇതിനില്ല. പിന്നെ ജസ്റ്റ് അങ്ങനെ തയ്ച്ച് പോകാനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും ഞാൻ തയ്ക്കുന്നില്ല, അളവ് എടുത്തിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം നമ്മൾ ഇതിന് മുമ്പൊക്കെ ചെയ്ത സെയിം അളവ് തന്നെയാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു ബോറടി അല്ലേ. ഇനി ഞാൻ ആദ്യം ചെയ്യുന്നത് പിന്നെ എല്ലാ പീസിൻ്റെയും മേലെ ഭാഗം കണ്ട, ഈ മേലെ ഭാഗം 4 ഇഞ്ച് തയ്യൽ തുമ്പ്, മേലെ ഭാഗം താഴെ ഭാഗം എന്നുവെച്ചാൽ നമുക്ക് തുണിയിൽ പിന്നെ ഇങ്ങനെ നൂലിളകി പോരൂല. കാരണം കുറേ സ്റ്റിച്ചിങ് ഉണ്ടാവും, നൂലിളകി പോന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര വൃത്തികേട് മാത്രമല്ല, നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നൂലിങ്ങനെ കുടുങ്ങി വലിഞ്ഞുകൊണ്ട് ഭയങ്കര ബോറായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് പണി അധികം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സുഖമാണ്. അപ്പം ഇങ്ങനെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ലോങ് സ്റ്റിച്ച് ചെയ്യുമല്ലോ, ഏത് മാക്സിമത്തിൽ ടെൻഷൻ മാക്സിമത്തിലാക്കിയിട്ട് ലോങ് സ്റ്റിച്ച് കൊടുത്ത് നൂല് വലിച്ചിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചുളിവ് വരുത്തുന്നില്ലേ, ചുരുക്ക് വരുത്തുന്നില്ലേ, ഈ ഒരു മെത്തേഡാണ് ഇത് കംപ്ലീറ്റ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കൈകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഞൊറിവ് ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഇതിന് ഈ ഗൗൺ ചെയ്യാൻ, അതായത് എപ്പോഴും നല്ലതൊരു സാരിയിൽ ചെയ്ത് നോക്കുകയാണ്. പിന്നെ തുണി പഴയ സാരി ആകുമ്പോൾ തുണി വേസ്റ്റ് ആവുമോ എന്നുള്ള പേടിയുള്ളവർക്ക് ആ ഒരു പേടിയില്ലാതെ ചെയ്യാം. എന്ത് ചെയ്യുന്ന സമയത്തും ഞാൻ ചെയ്തത് നന്നാകുന്നുണ്ട് എന്നുള്ള വിശ്വാസവും നമ്മൾ ചെയ്ത് കഴിഞ്ഞ ആ ഒരു ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടുള്ള നമ്മളെയും ചിന്തിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ യോക്ക് പാട്ട് പിന്നെ ഞാൻ നെക്കിൻ്റെ പണിയൊക്കെ കഴിച്ച് വെച്ചിട്ടിട്ട് ഇനി നമ്മളിപ്പം പിന്നെ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുള്ള ക്ലോത്തിന് ഇതോടുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് തയ്യൽ തുമ്പ്, അരയിഞ്ച് തയ്യൽ തുമ്പല്ലേ നമ്മൾ മേലേയും താഴേക്ക് വേണ്ടിയിട്ട് 1 ഇഞ്ചല്ലേ നമ്മൾ തയ്യൽ തുമ്പ് എടുത്തത്, അരയിഞ്ച്. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യാനുള്ളത് ഓൾറെഡി ഫോൾഡ് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞു ഈ ഓരോ പീസിനെയും. അപ്പോൾ അരയിഞ്ച് തയ്യൽ തുമ്പിൽ നന്നായിട്ട് തയ്ച്ച് കൊടുക്കുക. നല്ല വൃത്തിയിൽ തന്നെ സമയം എടുക്കും. കാരണം ആ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തിന് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പ്ലീറ്റ്സ് ചുക്കി ചുളിഞ്ഞ പോലെയൊക്കെ നിൽക്കും. അതെല്ലാ ഭാഗത്തും ഒരേപോലെ പ്ലീറ്റ്സ് ആക്കിയിട്ട് ഈ എൻഡിൽ അരയിഞ്ച് തയ്യൽ തുമ്പിൽ 2 തവണ തയ്ച്ചു കൊടുക്കുക കേട്ടോ. കാരണം പ്ലീറ്റ്സ് ഉണ്ടാകുമ്പോൾ തുണിക്ക് വെയിറ്റ് വരുമല്ലോ. അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് റയോണോ ഏത് ക്ലോത്ത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളെ സൗകര്യം പോലെ കോട്ടണിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത ലെയർ, അതിന് തൊട്ട് താഴെ അടുത്ത ലെയർ, അങ്ങനെ ലെയറുകൾ ഓരോന്നും നമ്മൾ ആദ്യം തന്നെ എല്ലാ ലെയറിനും നമ്പർ ഇട്ട് വെക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം നമ്മൾ മാറിപ്പോവാതിരിക്കാൻ വേണം എപ്പോൾ സൗകര്യം അതാണ്. അപ്പം എല്ലാ ലെയറിനും ഞങ്ങൾ പ്ലീറ്റ്സ് ഇട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് തയ്ച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഓരോ വർക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ എളുപ്പത്തിൽ ചെയ്യാവുന്ന മെത്തേഡിലേക്ക് തന്നെ നമ്മൾ നീങ്ങിയാൽ നമുക്കിതൊരു പാഷനായിട്ടോ നമ്മുടെ ഒരു എന്താ പറയുക ഹോബി ആയിട്ടൊക്കെ നീക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇതിന് മേലെ നമുക്ക് ഒരുപാട് ടൈമും പിന്നെ എഫേർട്ടും വരുന്നെന്ന് തോന്നുമ്പോൾ നമുക്ക് ബോറായിപ്പോവും. കണ്ട, ഇങ്ങനെയാണ് ഇതിനെ ലെയറാക്കി വെച്ചിട്ടാകുമ്പോൾ ഉണ്ടാവുക. ഓരോന്നിനും ചുരുക്കി എടുത്ത് അടുത്ത ലെയറിന് കണക്കാക്കിയിട്ട് ആ പ്ലീറ്റ്സിന് നമ്മൾ റെഡിയാക്കി വെക്കണം. അതിന് കുറച്ച് നമ്മളൊന്ന് നൂല് വലിച്ച് ഇങ്ങനെ റെഡിയാക്കാൻ കുറച്ച് സമയം എടുത്ത് വെച്ചാലും ഇങ്ങനെ ലെയറാക്കി വെച്ച് പിന്നെ ഓരോന്നോരോന്നെടുത്ത് അങ്ങനെ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോന്നിനും അതിൻ്റെ ആ സൗകര്യത്തിലുള്ള മെത്തേഡ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നീങ്ങണം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്നായി ഫിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പണി മെയിൻ പാർട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് സ്ലീവിലേക്ക് പോകാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ പിന്നെ ഇത് പലരും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നവർക്കൊക്കെ ഇപ്പോൾ ഇത് കാണുമ്പോൾ കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെയർ കംപ്ലീറ്റ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഇനി പിന്നെ ഓരോ ലെയർ നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്തേക്കിട്ടോ. കാരണം ഇത് ലെയർ വരുന്നതാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ
കുറച്ച് വെയിറ്റ് ഫീൽ ഉണ്ടാവും. ക്ലോത്ത് അത്രയും ക്ലോത്ത് ഒരു ഇതിൽ വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ ലാസ്റ്റ് ചെയ്യാനൊക്കെ നല്ലത് ഡബിൾ ലെയർ തന്നെ കൊടുക്കുന്നതാണ്. ഇത് പിന്നെ നെറ്റിലൊക്കെ ചെയ്യണ സമയത്ത് പിന്നെ താഴെ തയ്ക്കാനൊന്നും ഉണ്ടാവില്ല. എന്ത് ഫോൾഡ് ചെയ്ത് തയ്ച്ച് ഞാൻ പറഞ്ഞില്ലേ, നൂല് വരാതിരിക്കാൻ അങ്ങനെയൊന്നും ചെയ്യാനുണ്ടാവില്ല നെറ്റിലൊക്കെ ചെയ്യണ സമയത്ത്. നെറ്റൊക്കെ ചെയ്ത് പഠിക്കാനും സുഖമാണ്, അധികം റേറ്റ് ഒന്നും വരുന്നില്ലല്ലോ. ഞാൻ ഇതിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ ഈ കരഭാഗമാക്കി എടുത്തതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ താഴെ ഭാഗം തയ്ക്കാനുണ്ടാവില്ല കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ കുറേം കൂടി സൗകര്യം. നമുക്ക് സ്ലീവിൻ്റെ താഴെ ഒരു ചെറിയ വർക്ക് കൂടി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ബാക്കി പീസ് ഉണ്ടായപ്പോൾ ഞാൻ ചെയ്യാന്ന് വെച്ചതാണ്. 5 ഇഞ്ച് വീതിയിൽ നല്ല നീളത്തിൽ, ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ ഡബിളായിട്ട് നീളമുണ്ട് കേട്ടോ. അതിന് 5 ഇഞ്ച് വീതിയും നല്ല ഒരുപാട് നീളം എടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലീറ്റ്സ് ആയിട്ട് വരുമ്പം എത്രത്തോളം വരും എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് നല്ല ലെങ്ത്തിൽ എടുത്തത്. എന്നിട്ട് അതിനെ നമ്മൾ മെഷീനിൽ വെച്ചിട്ട് നല്ല വശം തന്നെ, ഇപ്പോൾ ഉള്ളിൽ കാണുന്നത് ആണ് ചീത്ത വശം, നല്ല വശം തന്നെ നേർ പകുതിയാക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ആദ്യം കൊടുക്കുക. ഉണ്ടാ അത് ചീത്ത വശം ഉള്ളിൽ, എന്നിട്ട് ഇങ്ങനെ നല്ല ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ ഓരോ ഉള്ളിലേക്ക് നമ്മൾ പട്ടുപാവാടക്കൊക്കെ ലെയർ പ്ലീറ്റ്സ് ഇടൂലേ, നല്ലോണം ഉള്ളിലേക്ക് 1/2 ഇഞ്ചോളം ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ടുള്ള പ്ലീറ്റ്സുകളാണ് ഞാൻ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഈ പ്ലീറ്റ്സ് ഇതിപ്പോൾ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 വശവും നമുക്ക് നല്ല വശമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് പിന്നെ ചുരിദാറിൻ്റെ സ്ലീവിലും പിന്നെ താഴ്ഭാഗത്തും ഒക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ക്ലോത്ത് കൊണ്ട് തന്നെയുള്ള ഒരു വർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് പിന്നെ ഒന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അയൺ ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ ഒരുപാട് ലേറ്റായി, അപ്പം പണി തീർത്തിട്ട് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇത് കോട്ടൺ തുണിയിലൊക്കെ ചെയ്താൽ ആ ലെയർ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും. ഇതും അങ്ങനെ തന്നെ ഒരു ക്ലോത്താണ്. ഇത് സ്ലീവിൻ്റെ താഴെ ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ സ്ലീവ് അല്ല, ഞാൻ ഇതൊരു 3/4 ആയിട്ടേ വരുന്നുള്ളൂ. പുറത്തേക്ക് ഇടാൻ വിചാരിച്ച ഡ്രസ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ 3/4 ഞാൻ സ്ലീവ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിനെ നല്ല വശം സ്ലീവിൻ്റെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇങ്ങനെ വെച്ചിട്ട് എഡ്ജ് 4 ഇഞ്ചിൽ നമ്മൾ സാധാരണ ഫോൾഡ് ചെയ്ത് തയ്ക്കൂലേ, അതേപോലെ 4 ഇഞ്ച് ആദ്യം മടക്കുക. എന്നിട്ട് ഈ പീസിൻ്റെ ഭാഗത്തേക്ക് നല്ല വശത്ത് പ്ലീറ്റ് ക്ലോത്ത് വെച്ചത് കണ്ടില്ലേ, നല്ല വശത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് നമ്മളിത് മടക്കി തയ്ക്കുന്നത്. അപ്പം ഇങ്ങനെ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് എടുക്കുന്ന സമയത്ത് തയ്യൽ തുമ്പ് എവിടെയും ഉണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ആ കറക്റ്റിൽ അങ്ങോട്ടേക്ക് തയ്ച്ച് കൊടുത്താൽ മതി. ഞാൻ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ചെയ്യുന്നത് തന്നെ കാണിച്ചാൽ ഇതേപോലെ നിങ്ങൾ 2 സ്ലീവിനും ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ച് പിന്നൊക്കെ കുത്തി വെച്ചാൽ ജസ്റ്റ് ലോങ് ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ബിഗിനേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ ഇങ്ങനെ മറിച്ചെടുക്കുന്ന സമയത്ത് ബാക്കിലും ഫ്രണ്ടിലും നല്ല ഫിനിഷിങ്ങിലായിട്ടുണ്ടാവും. തയ്യൽ തുമ്പ് ഒന്നും കാണുന്ന പ്രോബ്ലം ഒന്നും വരുന്നില്ല. ആ എഡ്ജിൽ സ്റ്റിച്ച് കൊടുക്കണമെന്നില്ല, ഇപ്പുറത്തേക്കാക്കിയിട്ട് ആ പ്രസ്സടി സാധാരണ നമ്മൾ പ്രസ്സടി കൊടുക്കുന്നത് പോലെ കൊടുത്തോളണം എന്നില്ല, ഇപ്പുറത്ത് കൊടുത്താലും മാത്രം മതി. ഓക്കെ, ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നൂലായി കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചൊന്നും ഉണ്ട് എന്ന് പോലും തോന്നില്ല, അത്രയും വൃത്തി ഉണ്ടാവും. അപ്പോൾ 2 സ്ലീവിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവ് ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു, സൈഡ് ജോയിൻ ചെയ്യുന്നു, പിന്നെ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ഡ്രസ്സിൻ്റെ പണി കഴിയും. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. മനസ്സിലാവാത്തവർ എന്നോട് കമൻറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇൻസ്റ്റ വഴി ചോദിക്കാം. അപ്പോൾ ഫിനിഷിങ്ങിൽ എത്തിയിട്ടാവുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടാകുമ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ മോഡൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ 4 ലെയറാണ് കൊടുത്തത്, 6ഓ 8ഓ എത്രയാണോ നമ്മൾ ലെയർ ആക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കൗണ്ടിങ്ങിൽ കാൽക്കുലേഷനിൽ വ്യത്യാസം വരുത്താനേ ഉണ്ടാവുള്ളൂ. വേറൊന്നും ചെയ്യുന്ന മെത്തേഡിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ പിന്നെ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയാണോ സ്കേർട്ട് പാർട്ടിലേക്ക് ലെങ്ത്ത്, ആ ലെങ്ത്തിന് നമ്മൾ എത്ര ലെയർ ആകണോ ആക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ മാക്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെയ്യുന്നത് പോലെയാണ് ഈ ഫ്രണ്ട് പാർട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, സ്ലീവ് ഇങ്ങനെ നല്ല രസമല്ലേ.
വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആക്കി ചെയ്താൽ നമുക്ക് തന്നെ ഒരു കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ബൈ. അസ്സലാമു അലൈക്കും.